പത്തനംതിട്ട നഗരത്തിൽ ഗുണ്ടകളും ക്രിമിനൽ സംഘങ്ങളും അഴിഞ്ഞാടുകയാണ്. എന്നിട്ട് പോലീസ് നോക്കുകുത്തികളാകുന്ന കാഴ്ച. പത്തനംതിട്ട വെട്ടിപ്പുറത്ത് കഴിഞ്ഞ രാത്രി വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ കയറി ജീവനക്കാരനായ ഇതര സംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം. സംഘടിച്ചെത്തിയ ഗുണ്ടകൾ പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ പിടികൂടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തിങ്കളാഴ്ച രാത്രിയിലാണ് പത്തനംതിട്ട വെട്ടിപ്പുറത്തെ ഹാർഡ്വെയർ ഷോപ്പിലെ ജീവനക്കാരനെ ഗുണ്ടകൾ കടയിൽ കയറി മർദ്ദിച്ചത്. പശ്ചിമ ബംഗാൾ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് മർദ്ദനമേറ്റത്. ഞായറാഴ്ച കടയ്ക്ക് മുൻപിൽ ഉണ്ടായ വാക്കുതർക്കമാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. ഗുണ്ടകൾ വ്യാപാര സ്ഥാപനത്തിന്റെ ഗേറ്റ് തകർത്ത് ഉള്ളിൽ കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു മർദ്ദനം. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണിച്ച് കട ഉടമ പരാതി നൽകിയിട്ടും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്നും പ്രതികൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ളതായും കടയുടമ ആരോപിച്ചു. ഇവരെ പറ്റി ഞാൻ ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇവര് നിരന്തരം ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പെടുന്ന പിള്ളേരാണെന്നും ഇവർക്കെതിരെ പോലീസിലും കോടതിയിലും ഒക്കെ കേസുകളുണ്ടെന്നും ഇവരെ സംരക്ഷിക്കാൻ ചില ആൾക്കാരെ പുറകിലുള്ളതുകൊണ്ടാണ് ഇവരെ കിടന്ന് കളിക്കുന്നത്. മർദ്ദനത്തിൽ പരിക്കേറ്റ അബ്ദുൾ റഹ്മാനെ സംഭവശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുകയായിരുന്നു. തുടർച്ചയായി നഗരത്തിൽ ഉണ്ടാകുന്ന ഗുണ്ടകളുടെ ആക്രമണത്തിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും പരാതി. ന്യൂസ് 18 പത്തനംതിട്ട.